കമൽഹാസൻ ചിത്രം ഇന്ത്യൻ 2 പോസ്റ്ററിൽ ദേശീയ പതാക ദുരുപയോഗം ചെയ്തതായി പരാതി. ഫ്ലാഗ് കോഡ് ലംഘിക്കപ്പെട്ടു എന്നാരോപിച്ച് മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷനാണ് രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി, DGP, ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് റീജിയണൽ ഓഫീസർ എന്നിവർക്കാണ് പരാതി നൽകിയിട്ടുള്ളത്. കമൽഹാസൻ നായകനാകുന്ന സിനിമ ഇന്ത്യൻ 2 പോസ്റ്ററുകളിൽ ദേശീയ പതാക ദുരുപയോഗം ചെയ്തുവെന്നാണ് ആരോപണം. ദേശീയ പതാകയിൽ എന്തെങ്കിലും എഴുത്തുകൾ പാടില്ലെന്ന് ഫ്ലാഗ് കോഡ് ഓഫ് ഇന്ത്യ 2022 ദുരുപയോഗം വകുപ്പ് 5 സെക്ഷൻ 328 പറയുന്നു. സെക്ഷൻ 329 പ്രകാരം ദേശീയ പതാക ഒരു തരത്തിലുമുള്ള പരസ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കരുതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. നാഷണൽ ഹോണർ ആക്ട് വകുപ്പ് പ്രകാരവും ദേശീയ പതാകയിൽ ഏതെങ്കിലും വിധത്തിൽ എഴുതുന്നതും വിലക്കിയിട്ടുണ്ട്. എന്നാൽ ഇന്ത്യൻ 2 പോസ്റ്ററുകളിൽ ഇത് പാലിച്ചിട്ടില്ലെന്നും സിനിമാ പ്രചാരണത്തിനായുള്ള ഉപയോഗം വാണിജ്യപരമാണെന്നും പരാതിക്കാരൻ പറയുന്നു. പോസ്റ്ററുകൾ നീക്കം ചെയ്യണമെന്നും നിർമ്മാതാക്കൾ ഖേദം പ്രകടിപ്പിക്കണമെന്നുമാണ് ആവശ്യം. ഈ സിനിമയുടെ നിർമ്മാതാക്കൾ അവർ ഈ തെറ്റ് ബോധ്യപ്പെട്ട് ഖേദം പ്രകടിപ്പിക്കണം എന്നുള്ള ആവശ്യവും ഞങ്ങൾ ഉന്നയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ നല്ല ഇന്ത്യയിലുടനീളം ഈ ദേശീയ പതാക ഉപയോഗിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇവ അടിയന്തരമായിട്ട് അവർ സ്വയം ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അത് നീക്കം ചെയ്യണം. അത് മാതൃകയാകണം. അങ്ങനെ നീക്കം ചെയ്ത് മാതൃകയാകണം എന്നുള്ളൊരു ആവശ്യവും ഞങ്ങൾ ഉന്നയിക്കുകയാണ്. കോട്ടയത്ത് പ്രവർത്തിക്കുന്ന മഹാത്മാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ, മുഖ്യമന്ത്രി, DGP, ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് റീജിയണൽ ഓഫീസർ എന്നിവർക്കാണ് പരാതി നൽകിയത്. വർഷങ്ങൾക്ക് മുമ്പ് അന്യൻ എന്ന ചിത്രത്തിന്റെ പോസ്റ്ററുകളിൽ ദേശീയ പതാക ദുരുപയോഗം ചെയ്തതിനെതിരെ ഇതേ സംഘടന നൽകിയ പരാതിയെ തുടർന്ന് നിർമ്മാതാക്കൾ പോസ്റ്റർ പിൻവലിച്ചിരുന്നു. ജനം, കോട്ടയം.